videos, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടില്ല, ഒരുപാട് കമൻസ് ഒന്നും വന്നിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള ചില കമൻസാണ്. ചേച്ചി പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് ബേബീൻ്റെ ഹെൽത്ത് ഓക്കെ ആണ് എന്ന് കൺഫേം ആവട്ടെ, എന്നിട്ട് ഞാൻ അതേപ്പറ്റി സംസാരിക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഇതെല്ലാം ഓക്കെ ആണ്. സോ നമുക്കിനി അതേ പറ്റിയിട്ട് സംസാരിക്കാമല്ലോ. അപ്പം എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം. പ്രഗ്നൻസിയും അതുപോലെ തന്നെ സിംറ്റംസും. പനി ആയതുകൊണ്ടിട്ട് മൂക്കടച്ചിരിക്കുകയാണ്, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, സോറി. എനിക്ക് തന്നെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, മൂക്ക് അടഞ്ഞിരിക്കുന്നതുകൊണ്ടിട്ടേ. കഫം ഉണ്ട് അതിൻ്റെയാ. പ്രഗ്നൻസിയും സിംറ്റംസും ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. എൻ്റെ സിംറ്റംസ് എന്തൊക്കെയായിരുന്നു എന്നതാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഗ്നൻസിയിലുള്ള സിംറ്റംസ് ഒക്കെ എന്തായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം എനിക്കറിയാം, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേര് ഈ വീഡിയോ കാണും എന്ന് എനിക്ക് ഉറപ്പാണ്. മേ ബി ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഡെലിവറി കഴിയുമ്പോഴായിരിക്കും ചിലർ പ്രഗ്നൻസി സിംറ്റംസ് ഒക്കെ നോക്കിയിട്ട് വീഡിയോ കാണുന്നത്. അപ്പോൾ അന്നേരം കാണുന്നവരുണ്ടെങ്കിൽ കൂടിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എനിക്കുള്ള സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കങ്ങനെ കൂടുതൽ സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് എൻ്റെ ഡെലിവറി കഴിഞ്ഞ് 28 ഡേയ്സ് തൊട്ടിട്ട് തന്നെ എൻ്റെ പീരീഡ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് എനിക്കൊരു 7 ഡേയ്സേ ബ്ലീഡിങ് ഉണ്ടായിരുന്നുള്ളൂ. ചിലർ പറയും കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു 1 മന്ത് ബ്ലീഡിങ് ഉണ്ടാവുമെന്ന് പറയും കേട്ടോ. പക്ഷേ കാശി ബേബീൻ്റെ സമയത്ത് എൻ്റെ പീരീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 7 ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ. 7 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേന് കംപ്ലീറ്റ് ആയിട്ട് ബ്ലീഡിങ് കുറഞ്ഞു. ഇനി എനിക്ക് ബ്ലഡ് ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ബ്ലീഡിങ് ഇല്ലായിരുന്നു. 7 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്റ്റിച്ചൊക്കെ ഉണങ്ങിയത് ഒരു 14 ദിവസം കഴിയുമ്പോഴത്തേക്കും സ്റ്റിച്ചൊക്കെ ഉണങ്ങി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു എൻ്റെ ആദ്യത്തേത്. സോ ഇപ്പോൾ രണ്ടാമത്തേതും നോർമൽ ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലർക്കറിയാമല്ലോ, ഫസ്റ്റ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് C-സെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയൊന്നും ഉണ്ടാവാതെ നോർമൽ ആവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാര്യം നോർമലിൻ്റെ ഒരുപാട് ബെനിഫിറ്റ് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടിട്ട്. പിന്നെ പ്രസവരക്ഷയൊക്കെ ബുക്ക് ചെയ്തു കേട്ടോ ഞാൻ. അതെന്തൊക്കെയാണെന്ന് പിന്നെ അങ്ങോട്ട് പറയാം. മേ ബി ഇനി അങ്ങോട്ട് പോകുന്തോറും ചേഞ്ച് ചെയ്യാൻ എനിക്ക് തോന്നിയാൽ അറിയാൻ പറ്റൂലല്ലോ. ഫസ്റ്റ് എനിക്ക് ശാന്തിമഠമായിരുന്നു പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ട്രിവാൻഡ്രം. പിന്നെ ഇപ്പോഴത്തേത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരെണ്ണം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. മേ ബി ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ മൈൻഡ് മാറാം, പറയാൻ പറ്റത്തില്ല. പോട്ടെ. അപ്പോൾ എൻ്റെ സിംറ്റംസിനെ പറ്റിയിട്ട് പറയാനുള്ളത് തുടങ്ങിയത്. അപ്പം എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 28 ഡേയ്സ് തൊട്ടിട്ട് പീരീഡ്സ് സ്റ്റാർട്ടായി. പിന്നെ എല്ലാ ദിവസവും എനിക്ക് റെഗുലർ പീരീഡ്സ് ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഗോകുൽ നാട്ടിൽ വന്ന സമയത്ത്, അതായത് കാശി ബേബീൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് എനിക്ക് ലാസ്റ്റ് പീരീഡ്സ് ആവുന്നത്. അതായത് കാശി ബേബീൻ്റെ ബർത്ത്ഡേ വരുന്നത് ഓഗസ്റ്റ് 13-ാം തീയതി ആയിരുന്നു കാശി ജനിച്ചിട്ടുണ്ടായിരുന്നത്, 2023. അപ്പോൾ ഈ കഴിഞ്ഞ 2024 ഓഗസ്റ്റ് വരെ എനിക്ക് കറക്റ്റ് എല്ലാ മാസവും റെഗുലർ പീരീഡ്സ് ആയിരുന്നു. 20 ഡേയ്സ് കൂടും, 28 ഡേയ്സ് അല്ലാന്നുണ്ടെങ്കിൽ 31, 34 ഈ ഒരു ദിവസത്തിനുള്ളിൽ എനിക്ക് പീരീഡ്സ് ആവാറുണ്ട്. അപ്പോൾ കാശീൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ്, കാശീൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് എനിക്ക് ലാസ്റ്റ് പീരീഡ്സായി. ഈ പ്രഗ്നൻസിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ലാസ്റ്റ് പീരീഡ്സ് ആയതിനു ശേഷം പിറ്റേ മന്ത്, അതായത് സെപ്റ്റംബറിൽ എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ട്. സെപ്റ്റംബറിലായിരുന്നു തോന്നുന്നു ഓണം, അല്ലേ ഈ കൊല്ലം, അത് ഓഗസ്റ്റിലായിരുന്നു. എന്തായാലും എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഗോകു നാട്ടിൽ വന്നു. സോ ഞങ്ങൾ തായ്ലൻഡിൽ കാര്യങ്ങളിലൊക്കെ പോയി. ക്ലൈമറ്റ് ചേഞ്ച്, എനിക്ക് സാധാരണ നാട്ടിൽ നിന്ന് ദുബായിൽ ചെല്ലുമ്പോൾ എനിക്ക് പീരീഡ്സ് ആവാറില്ല. ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ്. പിന്നെ ഞാൻ നാട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് ഈ പീരീഡ്സ് ആവാറില്ല. ഞങ്ങളുടെ അമ്മയ്ക്ക് അതുപോലെയാണ്. അമ്മയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ ആകാറുണ്ട്, നാട്ടിൽ വരുമ്പോൾ അമ്മയ്ക്ക് പീരീഡ്സ് ആകാറില്ല. തിരിച്ച് അവിടെ ചെല്ലുമ്പോഴാണ്. ക്ലൈമറ്റിൻ്റെ ആയിരിക്കും, ചിലർക്ക് ബോഡിയുടെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെയൊക്കെ ആയിരിക്കാം എന്ന് ചിന്തിച്ചു. സോ ആ മന്ത് എനിക്ക് സെപ്റ്റംബറിൽ പീരീഡ്സ് ആയില്ല. പിന്നെ ഞാൻ ഒക്ടോബർ ആയപ്പോഴത്തേനും പിന്നെയും ഞാൻ ആലോചിച്ചു. ഒക്ടോബറിലും പീരീഡ്സ് ഇതേ കണക്ക് 13-ാം തീയതി ആയില്ല. 13-ാം തീയതി ആയപ്പോൾ ഞാൻ പിന്നെ ചേച്ചീനോട് ഇങ്ങനെ നൈസായിട്ട് പറഞ്ഞു. 13-ാം തീയതി സെപ്റ്റംബറിൽ, അതേപോലെ തന്നെ സെപ്റ്റംബറിൽ എനിക്ക് പീരീഡ്സ് ആവേണ്ട ടൈം, ആ സെപ്റ്റംബർ 13 ആയപ്പോഴത്തേന് എനിക്ക് പനിയായി. ഭയങ്കര പനിയും ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ എവിടെയാണ്, പനിയും വെച്ചിട്ട് തന്നെയാണ് പൂർണ്ണമായിട്ട് പനി മാറാണ്ടിട്ട് ഞങ്ങൾ പട്ടാമ്പി പോയി, ഗോകുവിൻ്റെ വീട്ടിൽ പോയി.
അവിടെ പോയപ്പോഴും എനിക്ക് ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം. എനിക്ക് ആദ്യത്തെ ഡെലിവറിയുടെ ടൈമിൽ, പ്രഗ്നൻസിയുടെ ടൈമിൽ എനിക്ക് വോമിറ്റിംഗ് ഇല്ലായിരുന്നു, തലകറക്കം ഇല്ലായിരുന്നു, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കേട്ടോ. സോ അതുകൊണ്ടിട്ട് കൂളായിരുന്നു ഞാൻ. അപ്പോൾ ഇപ്രാവശ്യം ചെന്നപ്പോഴത്തേനും ഭയങ്കര ക്ഷീണം. ആദ്യത്തേനും ഇതുപോലെ സെയിം സിറ്റുവേഷൻ ആയിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു. പക്ഷേ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, പ്രഗ്നൻ്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കണക്ക് പനിയുടെ ആ ഒരു ക്ഷീണമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. മറ്റേ പീരീഡ്സ് ആവാത്തതിൻ്റെത് ഞാൻ ട്രാവലൊക്കെ ചെയ്തേലേ, സോ അതിൻ്റെ ആയിരിക്കും എന്നും ചിന്തിച്ചു. പിന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്ന സിംറ്റം ഇതാണ്, ഈ ഒരു ക്ഷീണവും പിന്നെ ഈ ഒരു പീരീഡ്സ് ആകണം. എൻ്റെ പീരീഡ്സ് മിസ്സായി. 2ാമത്തെ മാസം, അതായത് ഒക്ടോബർ 13-ാം തീയതി ആകാണ്ടായപ്പോഴത്തേനാണ് ഞാൻ കാർഡ് മേടിച്ച് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാര്യം എനിക്ക് വോമിറ്റിംഗ് ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല, ഈ ക്ഷീണമുണ്ട്, അത് ഈ പനിയുടെ ആണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ എത്ര ആൻറ്റിബയോട്ടിക് കഴിച്ചെന്നറിയോ ആ ടൈമിൽ. നല്ല ചുമയും ഉണ്ടായിരുന്നു. സോ നന്നായിട്ട് ആൻറ്റിബയോട്ടിക്കും കഴിച്ചു, മരുന്നും കഴിച്ചു. ഞാൻ ട്രാവലും ചെയ്തു. പ്രഗ്നൻ്റ് ആണ് എന്നൊരു ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. നമ്മുടെ ഈ കരുനാപ്പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് എറണാകുളം അല്ല, എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ എത്തുന്നതിന് കുറച്ച് മുന്നേ വരെയും ഭയങ്കര വൃത്തികെട്ട റോഡാണ്. തൃശ്ശൂർ അങ്ങോട്ട് നല്ല സ്മൂത്ത് റോഡാണ് കേട്ടോ. പാലക്കാട് ആ വഴിയൊക്കെ ഭയങ്കര നല്ല റോഡാണ്. നമ്മുടെ ഇവിടെ നിന്നുള്ള ട്രാവലിംഗ് അറിയാമല്ലോ. ആ കണ്ട കുണ്ടും കുഴി എല്ലാം കയറി ഇറങ്ങി രാത്രിയിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഗോകുവിൻ്റെ വീട്ടിൽ. അപ്പം അതിൻ്റെയൊക്കെ ടയേർഡായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ 1 വീക്ക് പട്ടാമ്പിയിൽ നിന്നിട്ട് തിരിച്ചു പോരും. തിരിച്ചുള്ള ട്രാവലിങ് അതുമല്ല ഈ കുണ്ടും കുഴിയിലൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് ട്രാവൽ ചെയ്തു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വേറെ എവിടെയൊക്കെയോ പോയിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ട്രാവൽ ചെയ്തു. പിന്നെ അത് കണക്ക് പുറത്തുനിന്ന് ഫുഡ്, മേ ബി അതുകൊണ്ടിട്ട് ഞാൻ ചിന്തിച്ചു PCOD ആകാം. എനിക്ക് കാശീൻ്റെ സമയത്ത് എനിക്ക് PCOD ഉണ്ടായിരുന്നു. സോ PCOD ആകാമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഈ പറഞ്ഞ കണക്ക് ആകെ എൻ്റെ സിംറ്റം ഈ പീരീഡ്സ് മിസ്സായത് മാത്രമാണ്. പിന്നെ പനി വന്നതിൻ്റെ ക്ഷീണവും ഉണ്ടായിരുന്നു. പനി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ക്ഷീണവും മാറി. സോ ഇനി പ്രഗ്നൻ്റ് ആവുന്നവർ ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ പീരീഡ്സ് മിസ്സായി ഫസ്റ്റ് മന്ത് കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാർഡ് മേടിച്ച് ടെസ്റ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ ഈ കണ്ട സ്ഥലങ്ങളിലെല്ലാം പോകും, ട്രാവൽ ചെയ്യും, കുണ്ടും കുഴിയിലും ഒക്കെ പോയി വീഴും. നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുമല്ലോ. അതുകൊണ്ടിട്ട് പറഞ്ഞത് കേട്ടോ. ആദ്യത്തെ ഡെലിവറിക്ക്, ആദ്യത്തെ പ്രഗ്നൻസിക്ക് അങ്ങനെ ആയിരിക്കും. ഞാൻ ഭയങ്കര ശ്രദ്ധിക്കുമായിരുന്നു ആദ്യത്തെ പ്രഗ്നൻസിയുടെ സത്യത്തിൽ. 2ാമത്തെ പ്രഗ്നൻസിനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഞാൻ സ്റ്റെപ്പൊക്കെ മുകളിൽ നിന്ന് താഴോട്ട് കയറി ഇറങ്ങിയൊക്കെ ചെയ്യും. ആദ്യത്തെ ഞാൻ എൻ്റെ റൂം മുകളിലായിരുന്നു, പക്ഷേ കയറി ഇറങ്ങുന്നതൊക്കെ ഭയങ്കര സൂക്ഷിച്ചായിരുന്നു. 2ാമത്തെ ഇപ്പം ഞാൻ കാശി ഉള്ളതുകൊണ്ടിട്ട് കാശിയുടെ കൂടെ ഓട്ടവും കാര്യങ്ങളും ഒക്കെയാണ്. ക്ഷീണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് അങ്ങ് കിടന്നാൽ മതി. എനിക്ക് ആദ്യത്തെ ഒരു 3 മാസം അങ്ങനെ ആയിരുന്നു കേട്ടോ. എനിക്കങ്ങ് കിടന്നാൽ മതി, എവിടെയെങ്കിലും കിടക്കണം എന്നൊരു മൈൻഡായിരുന്നു. പക്ഷെ ഞാൻ കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ട്, എല്ലാം ഒന്നും റിക്കവർ ആയിട്ടില്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. എന്നാൽ കൂടിയിട്ട് മൈൻഡ് ഒരുപാട് ഡൗൺ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുമായിരുന്നു കേട്ടോ. സോ അതുകൊണ്ടിട്ട് അതെന്നെ ഒരുപാട് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഒരുമാതിരി ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്നെ അത് മാറ്റിയെടുത്തത് ഈ ട്രാവലിംഗ് ആണ് കേട്ടോ. ഗോകു എല്ലാത്തിനും കൂടെ നിന്ന് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസിയിൽ ട്രാവൽ ചെയ്യാൻ പാടില്ല, ശ്രദ്ധിക്കണമെന്നൊക്കെ പറയും. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, എന്നാലും ഞാൻ ട്രാവൽ ചെയ്തു, ഒരുപാട് ട്രാവൽ ചെയ്തു. ഞാൻ ഈ പറഞ്ഞ കണക്ക് തായ്ലാൻഡിൽ പോയി, പിന്നെ പട്ടാമ്പിയിൽ പോയി, അത് കാറിൽ പോയി, പിന്നെ വീട്ടിൽ നിന്ന് പഴനിയിൽ പോയി, പഴനി മല മൊത്തം ഞാൻ ചവിട്ടി കയറി ഇറങ്ങി. സോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ദൈവം കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പം ഇനി പ്രഗ്നൻ്റ് ആവാനായിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളവർക്കൊന്നും അധികം സിംറ്റംസ് ഒന്നും കാണിക്കില്ല. സോ അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. ഈ പീരീഡ്സ് മിസ്സാകുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആദ്യത്തെ വീക്ക് നോക്കിയില്ല എന്നുണ്ടെങ്കിലും ആ മിസ്സായി 1 മന്ത് കഴിഞ്ഞ് ഒരു നെക്സ്റ്റ് വീക്ക് അന്നേരം ചിലപ്പോൾ കാർഡ് നോക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് കാണിക്കാം. എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ ഒക്ടോബറിൽ ഇത് കണക്ക് പീരീഡ്സ് മിസ്സാവുമാണ് എന്ന് തോന്നിയപ്പോഴത്തേക്കും, അതായത് സെപ്റ്റംബർ ഒരു 20 കഴിഞ്ഞു. ഒക്ടോബർ ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേനും ഒരു കാർഡ് മേടിച്ച് നോക്കി. അപ്പോൾ അതിനകത്ത് നെഗറ്റീവായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ കാർഡിന് ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ കാർഡിനകത്ത് 2 ലൈൻ. അത് കണ്ടിട്ടാണ് ഞാൻ പിന്നെ ഒന്നുകൂടെ പോയി ടെസ്റ്റ് ചെയ്തത്. അതിനകത്ത് 2 ലൈൻ കണ്ടില്ലായിരുന്നെങ്കിൽ പിന്നെയും വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നറിയുന്നത്. ഞാൻ ഫസ്റ്റ് സ്കാൻ ചെയ്യുന്ന ടൈമിൽ ബേബിക്ക് 8 വീക്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2 മാസം കംപ്ലീറ്റ് ആയിട്ടാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം. സോ ആകെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എല്ലാവരുടെയും കണ്ടീഷനൊന്നും പറയാൻ പറ്റത്തില്ല.
ഇതുപോലെ നിങ്ങളുടെ പീരീഡ്സ് മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വേറെ സിംറ്റംസ് ഒന്നും ചിലർക്ക് കാണില്ല, എനിക്കില്ല, എനിക്ക് വോമിറ്റിംഗ് ഇല്ല. ചിലർ കമൻറ്റ് ചെയ്യുന്ന ആളായത് എനിക്ക് ചേച്ചി ഇത്രയും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, എനിക്ക് ആദ്യം തൊട്ടിട്ട് ഇപ്പം വരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആദ്യത്തെ ഡെലിവറിക്കും ഇത് എനിക്ക് ഛർദിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ആദ്യത്തെ ടൈമിൽ ഇതുപോലെ പ്രഗ്നൻസി സിംറ്റംസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഇതുപോലെയായിരുന്നു. പീരീഡ്സ് മിസ്സായി, വേറെ വോമിറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു വട്ടം എങ്ങാണ്ട് എനിക്ക് ഓക്കാനം തോന്നിയിട്ടുണ്ടായിരുന്നു പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പം, അല്ലാണ്ടിട്ട് വേറെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇത് മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് അന്നത്തെയും ആ ഒരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല, എന്നാൽ കൂടിയിട്ട് ഞാനത് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് എൻ്റെ ഈ രണ്ടാമത്തെ പ്രഗ്നൻസി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഉടുപ്പുണ്ടോ, എനിക്കിത് സ്റ്റാർ കളക്ഷൻസ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചാൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. മറ്റേ അജ്രക്കിൻ്റെ ആണ് കേട്ടോ. അതോ ഇവിടുന്ന് സിബ് ഉണ്ട് കേട്ടോ, ഇവിടുന്ന് മുകളിൽ നിന്ന് താഴെ ഒരു സിബ് ഉണ്ട്. പിന്നെ നല്ല രസമുണ്ട്, താഴെ ഫ്രില്ലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ളതാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം, നല്ല ഭംഗിയുള്ളതാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, മേടിച്ചോളൂ കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് വേറെ ഇതുപോലെ മെറ്റേണിറ്റി ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിബ് കറക്റ്റായിട്ട് വിസിബിളായിരുന്നു. ഇതങ്ങനെയല്ല, വിസിബിളല്ല, നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ടിട്ട് എനിക്കിഷ്ടമാണ്. എനിക്ക് ഇട്ടിട്ടും എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രഗ്നൻസി സിംറ്റം എന്ന് പറയുമ്പോൾ. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സിംറ്റംസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത്, ഡെലിവറി കഴിഞ്ഞവരുണ്ടെങ്കിൽ കൂടിയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സിംറ്റംസ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ശ്രദ്ധിക്കും ഇനി, അതുകൊണ്ടിട്ട്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.